Welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പച്ചമുളകിട്ട ബീഫ് കറിയാണ്. റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഗ്രേവി ഇല്ലാതെ. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ see you on next video. Tata. അപ്പോൾ നമ്മുടെ ബീഫ് പച്ചമുളകിട്ടത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇത്ര ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് ഒരു 600 ഗ്രാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് ചതച്ചത്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ ഒരു 15 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില ഒരു 3 തണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബീഫ് പച്ചമുളക് ഇട്ടത് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് നമുക്ക് നമ്മുടെ ഇറച്ചി ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം. അത് ഇൻഗ്രീഡിയൻസിൽ പറയാൻ മറന്നുപോയി. അപ്പം നമുക്കിനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേവിച്ചതിന് ശേഷം നമുക്ക് അവസാനം കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടെ ഒന്ന് തുറന്നു വെച്ച് ഒരു അല്പനേരം കൂടി വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം വറ്റിയിട്ട് അരപ്പ് മൊത്തം ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ചെടുക്കും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വേവിച്ചാലോ? അപ്പം നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തതിന് ശേഷം ഞാനിത് ഇച്ചിരി ഉണ്ടായിരുന്ന ബാലൻസ് ഉണ്ടായിരുന്ന വെള്ളം തുറന്നു വെച്ച് വേവിച്ചെടുത്തതാണ്. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. അതിനു മുമ്പ് നമ്മൾ പച്ചമുളകും വേപ്പിലൊക്കെ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വഴറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് സവാളയ്ക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇറച്ചിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സവാളയ്ക്ക് ഉപ്പിടാം. സവാളയ്ക്ക് ഉപ്പിടുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും.
അപ്പോൾ സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്നും കൂടി സവാള ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫിനകത്തോട്ട് ഇടാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയും മുളകും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം തന്നെ തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാവും. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വരട്ടി എടുക്കാം. എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നെയ്യുള്ളത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കംപ്ലീറ്റ് വറ്റിച്ച് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് മലയാളം കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം. ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വരട്ടി കുറച്ച് സമയം എടുത്തിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.